എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണൻ മധുരയിലെത്തിയല്ലേ? കംസൻ്റെ ക്ഷണം സ്വീകരിച്ച് കൃഷ്ണനും ബലരാമനും അക്രൂരനോടൊപ്പം മധുരയിലെത്തി. മനോഹരമായ മധുരാപുരിയുടെ വിശേഷങ്ങൾ കാണുവാൻ വേണ്ടി ആ നഗരി ചുറ്റി നടക്കുകയാണ്. അങ്ങനെ ആ നടത്തത്തിൽ കുറേ പേരെ കാണുന്നുണ്ട്. അതൊക്കെ നമ്മൾ കുറച്ച് ഇന്നലെ കേട്ടു. ഇനി അടുത്തത്, അങ്ങനെ നടക്കുമ്പോൾ സുന്ദരിയാണെങ്കിലും മുതുകിൽ കൂനുള്ള ഒരു തരുണി, ഒരു സ്ത്രീ, സുഗന്ധമയലുന്ന കുറിക്കൂട്ടുകൾ നിറച്ച ഒരു രമണീയ രജത, അതായത് വെള്ളി പാത്രത്തിൽ ആ പാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് മന്ദം നടന്നു വരുന്നു. അവർക്ക് കൂനുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് ശരിക്കും നടക്കാനൊന്നും വയ്യ. അപ്പോൾ ഒരു വെള്ളി പാത്രത്തിൽ ഇങ്ങനെ കുറേ കുറിക്കൂട്ടുകൾ, അതെന്നാണെങ്കിലോ സുഗന്ധം ഇങ്ങനെ വമിക്കുന്നുണ്ട്. അത് കണ്ട് മംഗലമൂർത്തിയായ മധുസൂദനൻ ചോദിച്ചു, നീ ആരാണ്? നിൻ്റെ കയ്യിലിരിക്കുന്ന ഈ വെള്ളിപ്പാത്രത്തിലുള്ള അംഗരാഗം ആർക്കാണ്? അതിൽ നിന്നും കുറച്ചെടുത്ത് ഞങ്ങൾക്ക് തരുമോ? അപ്പോൾ അവർ പറഞ്ഞു, ഹേ കുമാര, ഞാനൊരു സൈരന്ധ്രിയാണ്. കൂന് പിടിച്ചതുകൊണ്ട് മറ്റ് ജോലികളൊന്നും ചെയ്യാൻ എനിക്ക് കഴിവില്ല. അതുകൊണ്ട് കുറിക്കൂട്ടുകൾ ഉണ്ടാക്കി രാജകൊട്ടാരത്തിൽ കൊണ്ടുപോയി കംസമഹാരാജാവിന് കാഴ്ചവെക്കുന്നതാണ് എൻ്റെ ജോലി. കൂനുള്ളതിനാൽ ത്രിവക്ര എന്നാണ് എന്നെ ആളുകൾ വിളിക്കുന്നത്. എനിക്കതാണ് പേര്, ഇരട്ടപ്പേരെന്നൊക്കെ പറയില്ലേ, ത്രിവക്ര എന്നാണ് അവരെ വിളിച്ചിരുന്നത്. കുബ്ജ എന്നും വിളിക്കാറുണ്ട് ചിലർ. സുന്ദരമൂർത്തികളായ നിങ്ങൾ ആഗ്രഹിച്ച സ്ഥിതിക്ക് ഈ അംഗരാഗം എത്ര വേണമെങ്കിലും തരാം. കംസൻ കോപിച്ചാലും എനിക്ക് വിരോധമില്ല. അങ്ങനെ കുബ്ജ പാത്രത്തോടുകൂടി കുറിക്കൂട്ട് കുവലയനയനൻ്റെ കുളിർമ തുളുമ്പുന്ന കയ്യിലേക്ക് വെച്ചു കൊടുത്തു. കൃഷ്ണൻ ആ മുഗ്ധാംഗിയിൽ നിന്നും അംഗരാഗം വാങ്ങി കുറച്ച് ജ്യേഷ്ഠന് അഗ്രജന് കൊടുത്തതിന് ശേഷം ബാക്കി മുഴുവനും തൻ്റെ പൂമേനിയിൽ പൂശി ഭക്തിയോടുകൂടി അംഗരാഗം നൽകി തന്നെ പൂജിച്ച കുബ്ജയ്ക്ക് അപ്പോൾ തന്നെ അനുഗ്രഹം കൊടുക്കണമെന്നുള്ള അനുകമ്പാർദ്ര ചിന്തയോടെ ആ കൃപാനിധി ശ്രീകൃഷ്ണൻ മെല്ലെ ആ മല്ലാക്ഷിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് എന്താ ചെയ്തേ? അവളുടെ പാദങ്ങളിൽ തൃപ്പാദം കൊണ്ട് ചവിട്ടി പിടിച്ചു. ചവിട്ടി ഉറപ്പിച്ച് ദക്ഷിണഹസ്തം അവളുടെ ശിരസിൻ്റെ പുറകിലും വാമഹസ്തം താടിക്ക് താഴെയും ബലമായി പിടിച്ചുകൊണ്ട് ആ വക്രഗാത്രം, ഈ വാമഹസ്തം എന്ന് പറഞ്ഞാൽ എന്താ, വലത് കൈ, റൈറ്റ് ഹാൻഡ്, അത് താടിക്ക് താഴെ പിടിച്ച് ബലമായി പിടിച്ചിട്ട് വക്രഗാത്രം, വളഞ്ഞ ശരീരം മേൽപോട്ടേക്ക് വലിച്ചു നിവർത്തി. കൂനുള്ള ഭാഗത്ത് മറ്റേ പാദം കൊണ്ട് ഒരു തട്ടും കൊടുത്തു. അതോടുകൂടി ആ കുബ്ജയുടെ കൂന് നിവർന്ന് ആളൊരു സുന്ദരിയായി മാറി. ശരീരത്തിന് യാതൊരു വക്രതയും ഇല്ലാത്ത ഒരു സ്ത്രീയായി മാറുകയാണ് അവിടെ. തൻ്റെ ഗാത്രവക്രത്വം, ശരീരത്തിൻ്റെ വളവ് അവസാനിപ്പിച്ചതിനാലുണ്ടായ ആനന്ദ അനുഭൂതിയോടെ അവരെന്താ ചെയ്തത്? അരവിന്ദാക്ഷൻ്റെ പാദപത്മങ്ങളിൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് അപേക്ഷിക്കുകയാണ്, നിന്തിരുവടി ആരാണെന്ന് അടിയൻ അറിഞ്ഞുകൂടാ, എങ്കിലും ദൈവരൂപിയാണെന്ന് അടിയൻ കരുതുകയാണിപ്പോൾ. ഭക്തിയോ ഭയമോ പ്രേമമോ എന്ത് വികാരമാണ് അടിയൻ്റെ ഉള്ളിൽ തുളുമ്പുന്നതെന്ന് പറയാൻ കഴിയുന്നില്ല എനിക്ക്. ആയതിനാൽ അങ്ങ് അടിയൻ്റെ ഗൃഹത്തിൽ വന്ന് അടിയനെ അനുഗ്രഹിക്കാൻ കരുണയുണ്ടാവണം. അടിയനെ ഒരു സൈരന്ധ്രിയായി നിന്തിരുവടി ഗണിക്കരുത്. നിന്തിരുവടി ആരായാലും അടിയനൊരു ഭക്തദാസിയാണ്. അങ്ങനെ നിലത്ത് കമിഴ്ന്ന് കിടന്ന് അപേക്ഷിക്കുന്ന അവരെ കൃഷ്ണൻ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, പൊയ്ക്കോളൂ, ഒരു ദിവസം ഞാൻ നിൻ്റെ ഗൃഹത്തിൽ വരാം, ഇന്ന് പക്ഷേ സൗകര്യമില്ല. അങ്ങനെ കുബ്ജ വീണ്ടും തന്നെ അനുഗ്രഹിച്ച ആ പുണ്യകുമാരനെ തൊഴുത് വണങ്ങി വസതിയിലേക്ക് തിരിച്ചുപോയി. അനന്തരം രാമകൃഷ്ണന്മാരും കൂട്ടുകാരും നടന്ന് യാഗശാലയുടെ മുമ്പിലെത്തി. കോമളന്മാരായ വസുദേവാത്മജന്മാരെ കണ്ട് കാണികൾ അത്ഭുതപ്പെട്ടു.
ഈ ഗോപാലബാലന്മാർ ആരാണ്? അവർ അന്യോന്യം അന്വേഷിച്ചു. അവരുടെ ആഗമന വൃത്താന്തം അറിഞ്ഞിട്ടുള്ളവർ ആ ബാലന്മാർ ഇന്നവരാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിച്ചു. യാഗശാലയ്ക്കുള്ളിൽ പൂമാല്യങ്ങളാലും രത്നാഭരണ വിഭൂഷണങ്ങളാലും അലങ്കരിക്കപ്പെട്ട് ചുറ്റും പ്രഭാപൂരം ചൊരിയുന്ന പൊൻവിളക്കും കൊളുത്തി നിരത്തി വെച്ച് സുഗന്ധധൂമങ്ങളും പ്രസരിപ്പിച്ച് ദിവ്യപൂജകളും അർപ്പിച്ച് ഉന്നതവേദിയിൽ സ്ഥാപിച്ചിരിക്കുന്ന മഹാചാപവും അവർ കണ്ടു. വില്ല്. ചുറ്റും കാവൽക്കാർ നിൽപ്പുണ്ട്. അവരോടൊന്നും ചോദിക്കാതെ കഞ്ചലോചനൻ യജ്ഞശാലയ്ക്കുള്ളിൽ പ്രവേശിച്ച് ഇടത്തെ കൈകൊണ്ട് നിഷ്പ്രയാസ ആ വില്ലെടുത്ത് പൊക്കി കുലച്ച് രണ്ടായിട്ട് അങ്ങ് ഒടിച്ചു. ആന കരിമ്പിൻ തണ്ട് ഒടിക്കില്ലേ, അതുപോലെ. കഴിഞ്ഞ ത്രേതായുഗത്തിൽ ഭഗവാൻ ശ്രീരാമൻ ശ്രീരാമചന്ദ്രൻ അവതരിച്ച് ശൈവചാപം മുറിച്ചത് അറിയുണ്ടാവും. അത് സ്വയംവരത്തിന് വേണ്ടിയായിരുന്നു. ഈ യുഗത്തിൽ ഭഗവാൻ വില്ല് മുറിച്ചത് ശത്രുവധത്തിന് വേണ്ടിയായിരുന്നു. അതിൻ്റെ മുന്നോടിയായിട്ടാണ്. കാഹളം എന്നൊക്കെ പറയില്ലേ. അങ്ങനെ വില്ലൊടിഞ്ഞ ഭയങ്കര നാദം കേട്ട് പുരവാസികൾ നടുങ്ങി. മരണഭീതിയോടെ മണിമാളിക മുകളിലിരുന്ന കംസൻ ഞെട്ടിവിറച്ചു. ചാപരക്ഷികളായ ഭടന്മാർ അക്രമിയായ ബാലനെ പിടിച്ച് കെട്ടുവാനായി പാഞ്ഞെടുത്തു. കെട്ടിയാൽ മാത്രം പോരാ, അവനെ അടിച്ചു കൊല്ലണം. എന്തൊരു ധിക്കാരമാണ് അവൻ കാണിച്ചത് എന്നാർത്ത് വിളിച്ചു കൊണ്ടുവന്ന ആ രക്ഷാഭടന്മാരെ ഒടിഞ്ഞ വില്ലിൻ്റെ കഷ്ണം കൊണ്ട് അടിച്ചങ്ങ് കൊന്നു. കൃഷ്ണൻ എന്നിട്ട് പുറത്തു വന്നു. പിന്നെയും സ്ഥലം കാണുവാനായി എല്ലാവരും കൂടി ചുറ്റി അടക്കുകയാണ്. അപ്പം ചാപവഞ്ചനം ചെയ്തതും ചാപരക്ഷികളെ വധിച്ചതും എല്ലാം കേട്ട് ഭോജരാജൻ ആകെ പരിഭ്രാന്തനായി. വാസരാന്തം, ദിവസത്തിൻ്റെ അവസാനം സന്ധ്യ ആഗമിച്ചപ്പോൾ വസുദേവകുമാരന്മാർ നദിയിലിറങ്ങി കൈകാലുകളും മുഖവും ഒക്കെ പ്രക്ഷാളനം ചെയ്തു ശുദ്ധി വരുത്തി സന്ധ്യാവന്ദനവും കഴിഞ്ഞ് അതിഥി മന്ദിരത്തിൽ നിന്നും അത്താഴവും കൊണ്ട് കുറേ നേരം കൂടി രാജധാനിയുടെ പരിസരങ്ങളിൽ ചുറ്റി നടന്നു. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. കുബ്ജയുടെ ഗൃഹത്തിലേക്ക് ശ്രീകൃഷ്ണൻ ഇപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ പോകുന്നുണ്ട്. കൊടുത്ത വാക്ക് പ്രകാരം തന്നെ അദ്ദേഹം പോകുന്നു. കുബ്ജയ്ക്ക് ആഗ്രഹ സഫലീകരണം നടത്തുന്നുണ്ട്. അനിർവചനീയമായ പ്രണയവും പ്രേമവും സ്നേഹവുമാണ് കുബ്ജയ്ക്ക് ശ്രീകൃഷ്ണനോട്. ഒരു കുഞ്ഞിനോടുള്ള വാത്സല്യത്തെക്കാൾ ഉപരിയായി നിർവചിക്കാൻ കഴിയാത്ത സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ അതറിയാവുന്ന കൃഷ്ണൻ കുബ്ജയുടെ ഗൃഹത്തിലേക്ക് പോയി ആഗ്രഹ സഫലീകരണം നടത്തുന്നതോടുകൂടി ആഗ്രഹമില്ലാത്തവളായിട്ട് മാറുകയാണ് ഈ കുബ്ജ. അതായത് ഒരാഗ്രഹവും ഇനി അവർക്ക് ജീവിതത്തിൽ ഇല്ല, സംതൃപ്തിയാണ്. ഒരു കണക്കിന് എല്ലാവരും ആഗ്രഹിക്കേണ്ടതും അങ്ങനെ ഒരു അവസ്ഥയാണ് അല്ലേ. ഇനിയും വേണം ഇനിയും വേണമെന്ന ആഗ്രഹങ്ങൾക്ക് പിന്നാലെ ആഗ്രഹങ്ങളാണ് എല്ലാവരുടെയും ജീവിതത്തിൽ. ആ ആഗ്രഹമാണ് നമ്മളുടെ എല്ലാം ദുഃഖത്തിനും കാരണമാവുന്നത്. അപ്പോൾ ദുഃഖമില്ലാതെയാക്കാനുള്ള ഏക വഴി എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തെ ഇല്ലാതാക്കലാണ്. പക്ഷേ അത് എളുപ്പം സാധിക്കുന്ന ഒന്നല്ല. ശ്രീബുദ്ധനും പറഞ്ഞിരിക്കുന്ന അതാണ്, ആഗ്രഹമില്ലാതെയാക്കാനാണ്. അത് വളരെ പോസിറ്റീവായിട്ട് എടുക്കണം. നിരാശയല്ല. ആഗ്രഹമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഡിജക്ഷനോ നിരാശയോ ഒന്നുമല്ല. അപ്പോൾ എന്തായാലും കുബ്ജയ്ക്ക് അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ കുബ്ജയും ശ്രീകൃഷ്ണനും തമ്മിൽ എന്താ ബന്ധം? എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. ത്രേതായുഗത്തിലെ ശ്രീരാമനെ അറിയാലോ, ആ യുഗത്തിലെ ശൂർപ്പണേഖയെ അറിയാലോ. എന്താ ശൂർപ്പണേഖയും ശ്രീരാമനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടായിരുന്നല്ലേ. എന്താ, ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും കൂടി കാട്ടിൽ വെച്ച്, അതായത് വനവാസത്തിന് അവർ പോയല്ലോ. അപ്പോൾ രാവണൻ്റെ സഹോദരിയായ ശൂർപ്പണഖ അവിടെ അവരെ കണ്ടുമുട്ടുന്നുണ്ട്. എന്നിട്ട് ശ്രീരാമൻ്റെ സൗന്ദര്യത്തിലെ ആകൃഷ്ടയായ ശൂർപ്പണഖ ഒരു സുന്ദരിയായി വേഷം മാറി അദ്ദേഹത്തെ സമീപിച്ചു. അദ്ദേഹത്തിൻ്റെ സഹവാസം തേടി. ആ സ്നേഹം, ശ്രീരാമൻ്റെ സഹവാസവും സ്നേഹവും ഒക്കെ തേടി. പക്ഷേ ശ്രീരാമൻ എന്താ പറഞ്ഞത്? ഏകപത്നീധാരിയാണല്ലേ, ഒരു ഭാര്യ, അതാണ് എൻ്റെ വ്രതം. ഈ ജീവിതത്തിൽ ഒരു ഭാര്യയെ എനിക്ക് വേണ്ടു. ആയതിനാൽ അവളുടെ മുന്നേറ്റങ്ങളെ സൗമ്യമായി നിരസിക്കുകയാണ് ചെയ്തത്.
പിന്നീട് കഥയൊക്കെ അറിയാലോ, ലക്ഷ്മണൻ്റെ അടുത്തേക്ക് നയിച്ചു, ലക്ഷ്മണനും വിസമ്മതിച്ചു. അങ്ങനെ ആ സ്ത്രീ ശൂർപ്പണഖ രണ്ടുപേരുടെ അടുത്തേക്ക് മാറി മാറി പോയി. പിന്നെ ലക്ഷ്മണൻ അവരെ മൂക്കും കുജ ആദികളൊക്കെ ഛേദിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ നിരാകരണത്തിൽ വളരെ നിരാശയായിരുന്നു ശൂർപ്പണഖ എന്ന സ്ത്രീക്കുണ്ടായത്. അതുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹം വളരെ ആഗ്രഹമായിരുന്നു ശ്രീരാമൻ്റെ സ്നേഹത്തിന് വേണ്ടി. ആ ശൂർപ്പണഖയുടെ ആ ജന്മത്തിൽ അവർക്ക് ആ ആഗ്രഹ സാഫല്യം ഉണ്ടായില്ല. മറിച്ച് അവരുടെ ചെവിയും മൂക്കും ഒക്കെ മുറിച്ചു മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ ആ ശൂർപ്പണഖയുടെ രണ്ടാം ജന്മമാണ് ഇവിടെ ദ്വാപരയുഗത്തിൽ ആരുടെ, ഈ കുബ്ജയുടെ. അപ്പോൾ ഭക്തിപരമായ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമാണ് ഇവിടെ നടന്നത്. ത്രേതായുഗത്തിലെ ശൂർപ്പണഖയുടെ പൂർത്തീകരിക്കപ്പെടാത്ത സ്നേഹം കുബ്ജയ്ക്ക് കൃഷ്ണനുമായുള്ള ദിവ്യ കൂടിക്കാഴ്ചയിലേക്ക് മാറുന്നതിൽ അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഭഗവാൻ തൻ്റെ ഭക്തരുടെ ആത്മാർത്ഥമായ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നു എന്നതാണ് ഇവിടെ നമ്മൾ ഗ്രഹിക്കേണ്ട അർത്ഥം. അപ്പോൾ ശൂർപ്പണഖ കുബ്ജയായിട്ട് രൂപാന്തരപ്പെട്ടതിൻ്റെയും കൃഷ്ണൻ്റെ കാരുണ്യത്തിലൂടെ അവളുടെ അന്തിമ പൂർത്തീകരണത്തിൻ്റെയും കഥയാണിത്. ദിവ്യപ്രണയത്തിൻ്റെ കഥയാണെന്ന് വേണമെങ്കിൽ പറയാം. ദിവ്യപ്രണയത്തിൻ്റെ ആഴമേറിയ സ്വഭാവത്തെയും ശുദ്ധമായ ഭക്തിയുടെ പരിവർത്തന ശക്തിയെയും ചിത്രീകരിക്കുകയാണ്. അപ്പോൾ ഒരു ഭക്തൻ അല്ലെങ്കിൽ ഭക്ത എന്ന നിലയിൽ ആത്മാർത്ഥമായ ഭക്തിയും ഭഗവാന്റെ കരുണാമയമായ കൃപയിൽ വിശ്വാസവും വളർത്തിയെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.